പ്രസിഡന്റ് അബ്ദുൾ റാസിഖ് യമാനി അവർകളെ, ഇവിടെ സംസാരിച്ച SKSF-ന്റെ ജില്ലാ പ്രസിഡന്റ് പ്രിയപ്പെട്ട സയ്യിദ് മുബഷിർ തങ്ങൾ, വേദിയിൽ സന്നിഹിതരായ ആദരണീയരായ ഹസൈനാർ ഫൈസി, ഹിഫ്ലുർ റഹ്മാൻ പരുത്തിപ്പാറ, PC അഹമ്മദ് കുട്ടി ഹാജി, രാമനട്ടുകര അബുഹാജി, അഷ്റഫ് ബാക്കവി, TP സാദിഖ് പെരുമുഖം തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ പണ്ഡിതന്മാരെ, പൗരപ്രമുഖരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, യുവജന വിദ്യാർത്ഥി സഹോദരങ്ങളെ, സുന്നി യുവജന സംഘം സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം നമ്മുടെ സംസ്ഥാന വ്യാപകമായി IS സലഫിസം, ഫാഷിസം എന്ന വിഷയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് വിവിധ തലത്തിലുള്ള പ്രചാരണ പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ്. ലോകത്ത് വർത്തമാനകാലത്ത് മുസ്ലിങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും കൂടുതൽ വളരെ വിവാദപരമായ രീതിയിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണിത്. സമാനതകളുണ്ട് എന്ന് പറയുന്നത് നമ്മുടെ കുറ്റമല്ല, നമ്മുടെ രാജ്യത്തെ, ലോകത്തുള്ള ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്. സലഫിസത്തിന്റെ ആധികാരികമായ ഒരു ചരിത്രത്തിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. വളരെ പണ്ഡിതോചിതമായി കൈകാര്യം ചെയ്യപ്പെടേണ്ട വിഷയമാണ്. പക്ഷേ നമുക്കൊക്കെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ഞാൻ പറയാം. സലഫിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ സ്വയം വ്യാഖ്യാനത്തിന്റെ, സ്വയം ഗവേഷണത്തിന്റെ ഒരു രീതിശാസ്ത്രം മുസ്ലിം സമൂഹത്തിൽ തുടക്കം കുറിച്ചവരുടെ പിന്മുറക്കാരും ആ വാക്താക്കളുമാണ് ലോകത്ത് സലഫിസം എന്ന് പറയപ്പെടുന്ന ആ രീതിക്ക് തുടക്കം കുറിച്ചവരും ഇന്നും ആ പേരിൽ അറിയപ്പെടുന്നവരും അത്തരക്കാരാണ്. ഇന്നും അറിയപ്പെടുന്നവരും അത്തരക്കാരാണ്. ഇതിനൊന്നുകൂടി നമ്മുടെ ഭാഷയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം, എനിക്ക് എൻ്റെ ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് എൻ്റെ ഫോട്ടോ എടുക്കാം. എൻ്റെ മൊബൈൽ ഫോണാണ്, ഞാൻ എൻ്റെ ഫോട്ടോ എടുക്കും. അത് ഞാൻ തന്നെയാണ് എടുക്കുന്നത്. ഈ ഫോട്ടോ ഞാൻ എൻ്റെ മൊബൈൽ ഫോണിൽ എൻ്റെ ഫോട്ടോ എടുക്കുന്നതിനെ നമ്മൾ സ്ഥിരമായി പറയുന്നൊരു പേരുണ്ട്. എന്താ? എൻ്റെ ഫോണിൽ ഞാൻ എൻ്റെ ഫോട്ടോ എടുക്കുന്നതിന് എന്തു പറയും? സെൽഫി എന്ന് പറയും. ഞാൻ എൻ്റെ ഫോട്ടോ എൻ്റെ മൊബൈൽ ഫോണിൽ തന്നെ എടുക്കുന്നതിനെ നമ്മൾ സെൽഫി എന്ന് പറയും. എന്റെ മതത്തെ ഞാൻ തന്നെ സ്വയം ഗവേഷണം നടത്തി ഞാൻ തന്നെ വിധി പറയുന്നതിനെ സലഫിസം എന്നും പറയും. ഇത്ര വ്യത്യാസമുള്ളൂ. എന്റെ ഫോണിൽ ഞാൻ ഫോട്ടോ എടുക്കുന്നതിനെ സെൽഫി എന്ന് പറയുമെങ്കിൽ എന്റെ മതത്തെ ഞാൻ സ്വയം വ്യാഖ്യാനിച്ച് ഞാൻ തന്നെ വിധി പറയുന്നതിനെ സലഫിസം എന്ന് പറയും. നേരത്തെ തങ്ങൾ പറഞ്ഞ പോലെ ഡിക്ഷണറി മറിച്ചു വെച്ച് ഖുർആൻ വ്യാഖ്യാനിക്കുന്ന രീതികൾ, ഇന്റർനെറ്റിലൂടെ ഇസ്ലാമിക വിധികൾ തേടിപ്പിടിച്ചുകൊണ്ട് ഈ മൊബൈൽ ഫോണിലെ പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്താൽ പല ഖുർആൻ വ്യാഖ്യാനങ്ങളും കിട്ടും. ആ ഖുർആൻ വ്യാഖ്യാനങ്ങൾ ആധികാരികമാണോ അല്ലയോ എന്ന് പരിശോധിക്കാനുള്ള അറിവെനിക്കില്ല. പക്ഷേ അത് ഇന്റർനെറ്റിലൂടെ കടന്നു വന്ന ഒരു ഖുർആൻ വ്യാഖ്യാനമാണ്, ഒരു ഖുർആൻ പരിഭാഷയാണ്. അതിന്റെ ഇത്രാമത്തെ സൂക്തത്തിൽ, ഇത്രാമത്തെ അധ്യായത്തിൽ, ഇത്രാമത്തെ സൂക്തത്തിന്റെ അർത്ഥം അതിൽ പറഞ്ഞിരിക്കുന്നത് ഇതാണ്. ആ ഒരു മലയാള വാചകത്തിലൂടെ എനിക്ക് കിട്ടുന്ന ആ മലയാള വാചകം എഴുതി വെച്ചുകൊണ്ട് എന്റെ പരിമിതമായ അറിവുകൾക്കനുസരിച്ചുകൊണ്ട് ഞാൻ അതിനെ ഇസ്ലാമികമായ വിധി പറയുന്നിടത്തേക്ക് ഞാൻ ദാർഢ്യം കാണിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദാർഢ്യത്തിന്റെ പേരിലാണ് മുസ്ലിം ലോകത്ത് സലഫിസം എന്ന് പറയുന്നത്. ഈ സലഫിസത്തെ ലോകത്തെ പാരമ്പര്യ മുസ്ലിം പണ്ഡിതന്മാർ അംഗീകരിച്ചിട്ടില്ല. ലോകത്തെ മദ്ഹബിന്റെ ഇമാമിങ്ങൾ ആരും അംഗീകരിച്ചിട്ടില്ല. ലോകം ഇസ്ലാമിക സമൂഹത്തിൽ കടന്നു വന്ന രീതിശാസ്ത്രം സലഫിസത്തെ ഒരർത്ഥത്തിലും അംഗീകരിച്ചിട്ടില്ല. മാത്രമല്ല, ഈ ബഹുസ്വര സമൂഹത്തെ സമ്പൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനാണ് ലോകത്തെ മുസ്ലിം പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളതും പരിശീലിപ്പിച്ചിട്ടുള്ളതും. അവരുടെ ജീവിത മാതൃക എന്ന് പറയുന്നത് ഈ സമൂഹത്തെ സമ്പൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട് സ്വന്തം വിശ്വാസവും സംസ്കാരവും അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്.
ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ വർത്തമാനകാല ചരിത്രത്തിലേക്കൊന്നും പോകേണ്ട, ഇത്തരക്കാർ അംഗീകരിക്കുന്നു എന്ന് പറയപ്പെടുന്ന ആ കാലം മാത്രം നോക്കിയാൽ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 23 വർഷക്കാലം പ്രവാചകത്വ ലബ്ധിക്ക് ശേഷം പ്രബോധന കർമ്മം നിർവഹിച്ചു. ആ പ്രബോധന കർമ്മം നിർവഹിച്ചപ്പോ ആ പ്രബോധന കർമ്മം നിർവഹണം പൂർത്തീകരിച്ചുകൊണ്ട് ഹജ്ജത്തുൽ വിദായിലെ പ്രഭാഷണത്തിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ കൂടിയ 1,00,000-ഓളം വരുന്ന സ്വഹാബത്തിനോട് പറയുന്നു, ഈ ദീൻ ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നു, ഈ ദീൻ ഞാൻ ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നു. ഈ പൂർത്തീകരിച്ച ദീൻ ഇനി നിങ്ങൾ ഇവിടെ ഹാജറില്ലാത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഭൗതികമായ എല്ലാ സുഖസൗകര്യങ്ങളും മാറ്റിവെച്ച്, എല്ലാ അനുകൂലമായ ചുറ്റുപാടും മാറ്റിവെച്ചുകൊണ്ട് ഇനി തങ്ങളെ ആര് സംരക്ഷിക്കുമെന്ന് പോലും അറിയാതെ, ഇനി എന്ന് തിരിച്ചു വരുമെന്ന് പോലും അറിയാതെ, തിരിച്ചു വരുമോ എന്ന് പോലും അറിയാതെ ലക്ഷക്കണക്കിന് സ്വഹാബത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇസ്ലാമിക പ്രബോധന ദൗത്യം നിർവഹിക്കാൻ പോവാണ്. ആ പ്രബോധന കർമ്മം നിർവഹിക്കാൻ വേണ്ടി ആ ദൗത്യം സ്വഹാബത്തിനെ പ്രവാചകൻ ഏൽപ്പിക്കുമ്പോ 1,00,000 സ്വഹാബത്താണല്ലോ ഇവിടെ ഉള്ളത്, നിങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഞാനിവിടെ 1,00,000 മുസാഫ് അച്ചടിച്ചു വെച്ചിട്ടുണ്ട്, എല്ലാവരും ഓരോന്നെടുത്ത് പോയിട്ട് അവിടെ പോയിട്ട് അങ്ങനെ ആയത്തുകൾ വായിച്ച് അർത്ഥം വെച്ച് പഠിപ്പിച്ചു കൊടുത്തോ എന്നല്ല പറഞ്ഞത്. അന്ന് മുസാഫ് പോലും ഖുർആൻ പോലും ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല. അന്ന് ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടിട്ട് പോലുമില്ല. ആ ക്രോഡീകരിക്കപ്പെടാത്ത ഖുർആൻ നിലവിലുള്ള കാലത്താണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 23 വർഷക്കാലത്തെ ജീവിതത്തിലൂടെ സ്വയം അനുഭവിച്ചറിഞ്ഞ ഇസ്ലാമിനെ, പ്രവാചകന്റെ ഗുരുമുഖത്ത് നിന്ന് നേരിട്ട് അനുഭവിച്ചറിഞ്ഞ ഇസ്ലാമിനെയാണ് സ്വഹാബത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയിട്ട് എന്താണ് ഇസ്ലാം എന്ന് സ്വയം ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നത്. അവർ വലിയ പ്രഭാഷകരല്ല, അവർ വലിയ എഴുത്തുകാരല്ല, വലിയ പുസ്തകങ്ങളും ലഘുലേഖകളും വിതരണം ചെയ്യാനല്ല അവരെ പഠിപ്പിച്ചത്. നേരെ മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചതുപോലെ ജീവിക്കാൻ പരിശ്രമിച്ച ആ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമായ ചര്യകളെ സ്വന്തം ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കാൻ ശ്രമിച്ച ആ സ്വഹാബത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചെന്നുകൊണ്ട് പ്രവാചകനിൽ നിന്ന് കണ്ട ഇസ്ലാമിക ജീവിതം അവർ സ്വയം ജീവിച്ചു കാണിച്ചു കൊടുത്തുകൊണ്ട് ഇതാണ് ഇസ്ലാം, ഇതാണ് ഇസ്ലാം. അവരങ്ങനെ നിസ്കരിക്കുന്നു, അവർ നോമ്പ് നോക്കുന്നു, അവര് സക്കാത്ത് കൊടുക്കുന്നു, അവര് സാമൂഹ്യമായ സേവന പ്രവർത്തനങ്ങൾ നടക്കുന്നു, അവർ കുടുംബ ബന്ധങ്ങളിൽ ഏർപ്പെടുന്നു, അവർ സഹവർത്തിത്വത്തോടുകൂടി സ്നേഹത്തോടുകൂടി പെരുമാറുന്നു, സാമ്പത്തികമായ ഇടപാടുകളിൽ സത്യസന്ധത വെച്ച് പുലർത്തുന്നു. അങ്ങനെ ഒരു മാതൃകായോഗ്യമായ വിഭാഗമായി അവർ ഇസ്ലാമിനെ സ്വയം ജീവിച്ചു കാണിച്ചു കൊടുക്കുന്നു, സ്വയം ജീവിച്ചു കാണിച്ചു കൊടുക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാം പ്രബോധന കർമ്മം നിർവഹിക്കാൻ വേണ്ടി പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിക്കപ്പെട്ട വിഭാഗം എന്ന് പറഞ്ഞത് ഈ ഖുർആനിൽ നിന്ന് ആയത്തുകൾ അടർത്തിയെടുത്ത് അതിനർത്ഥം പറഞ്ഞ് അത് വ്യാഖ്യാനിച്ചു കൊടുത്ത് ഇതാണ് ഇസ്ലാം എന്ന് പ്രസംഗിച്ചു കൊടുക്കാനല്ല, ഇതാണ് ഇസ്ലാം എന്ന് വ്യാഖ്യാനിച്ചു കൊടുക്കാനല്ല. നേരെ മറിച്ച് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമായ ജീവിതചര്യയെ നേർക്കുനേർ കണ്ട് അനുഭവിച്ച ആ ഇസ്ലാമിനെ മറ്റുള്ളവർക്കിടയിൽ ജീവിച്ചു കാണിച്ചു കൊടുക്കാനാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഹ്വാനം ചെയ്തത്. ആ മാർഗമാണ് അവർ സ്വീകരിച്ചത്. ആ സ്വഹാബത്തിനെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇവർ നക്ഷത്ര സമാനന്മാരാണ്, നക്ഷത്ര സമാനന്മാരാണ്. വഴികേടാകാതിരിക്കാൻ വേണ്ടി, വഴിതെറ്റാതിരിക്കാൻ വേണ്ടി വഴികാട്ടികളായിട്ട് സ്വഹാബത്തിനെ അംഗീകരിക്കാൻ വേണ്ടി പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ലിം ലോകത്തോട് ആഹ്വാനം ചെയ്യുമ്പോൾ ലോകത്തെ സർവ്വ ജനങ്ങളോടും പ്രവാചകൻ ഇവർ നക്ഷത്ര സമാനന്മാരായ നിങ്ങളെ വഴികാട്ടികളാണ് എന്ന് പറയുമ്പോൾ ഇവർ ദീനിൽ തെളിവുകളല്ല, ഇവരുടെ ജീവിത രീതികൾ, ഇവരുടെ അംഗീകാരങ്ങൾ, ഇവരുടെ തിരസ്കരണങ്ങൾ ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഒരിക്കലും തെളിവല്ല എന്ന് പറഞ്ഞവരാണ് ലോകത്തെ സലഫികൾ. അതാണ് തമ്മിലുള്ള വ്യത്യാസം. ഈ സ്വഹാബത്ത് എത്രത്തോളം കടന്നു പറഞ്ഞു. നമ്മുടെ മലയാളത്തിൽ പോലും കേരളത്തിൽ പോലും അത്തരം ആളുകൾ ഇവിടെ പ്രചരിപ്പിച്ചത് കേരളത്തിലെ മുസ്ലിയാക്കന്മാർ പറയുന്നത് ദീനിൽ തെളിവല്ലാത്തതുപോലെ സ്വഹാബത്ത് പറയുന്നതും ദീനിൽ തെളിവല്ല. ഏത് സ്വഹാബത്തിനെ കുറിച്ച് ഹജ്ജത്തുൽ വിദായിലെ പ്രഭാഷണത്തിൽ വെച്ചുകൊണ്ട് ഇവിടെ ഹാജറുള്ള ആളുകൾ നിങ്ങൾ ഹാജറില്ലാത്ത നാടുകളിലേക്ക്, പ്രദേശങ്ങളിലേക്ക്, ജനങ്ങളിലേക്ക് ഈ സത്യസന്ദേശം എത്തിച്ചു കൊടുക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് നിയോഗിച്ച സ്വഹാബത്തിനെ കുറിച്ചാണ്. അവർ മുസ്ലിയാക്കന്മാര് പറയുന്നത് തെളിവല്ലാത്തതുപോലെ അവരുടെ ജീവിത രീതിയും അവർ പറഞ്ഞതും
ദീനിൽ തെളിവല്ല എന്ന് പറയുന്ന അപകടകരമായ കീഴ്വഴക്കങ്ങൾക്ക് ആര് തുടക്കം കുറിച്ചുവോ അവരാണ് ലോകത്ത് അപകടകരമായ ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവണതകൾക്ക് മുസ്ലിം സമൂഹത്തിനകത്തു വളർന്നു വരാൻ ആവശ്യമായ പശ്ചാത്തലം ഒരുക്കിയത് എന്ന വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ് ഈ ക്യാമ്പയിനിലൂടെ നമ്മൾ തുറന്നു പറയുന്നത്. ഇത് പറയുമ്പോ ഇവിടുത്തെ മുജാഹിദ് സംഘടനകൾ തീവ്രവാദികളാണ് എന്ന് നമ്മൾ ആരോപിക്കുന്നില്ല. ഈ സലഫിസത്തെ അംഗീകരിക്കുന്നവർ തീവ്രവാദ പ്രസ്ഥാനക്കാരാണെന്ന് നമ്മൾ പറയുന്നില്ല. ഈ സലഫിസവുമായി ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളെ തീവ്രവാദികളാണെന്ന് നമ്മൾ ആരോപണം ഉന്നയിക്കുന്നില്ല. പക്ഷേ ഇവരും ഇത്തരത്തിലുള്ള ആളുകളും ഈ സംഘടനക്കാര് ചുമലിലേറ്റ് നടക്കുന്ന ആശയങ്ങളും തമ്മിലുള്ള ആശയപരമായ സമാനതകളെ ഇനി നമ്മൾ മൗനം പാലിച്ചു എന്ന കാരണം കൊണ്ട് മാത്രം ലോകത്തറിയപ്പെടാതിരിക്കുന്നില്ല. ലോകത്ത് ഇന്ന് പുസ്തകച്ചന്തങ്ങളിലെ മാർക്കറ്റുകളിലെ ഏറ്റവും വലിയ ബെസ്റ്റ് സെല്ലറായിക്കൊണ്ട് വിറ്റഴിക്കപ്പെടുന്ന പുസ്തകങ്ങളിലധികവും IS-നെ കുറിച്ചുള്ള ഗവേഷണ പ്രബന്ധങ്ങളാണ്. ഈ IS-നെ കുറിച്ചുള്ള ഗവേഷണ പ്രബന്ധങ്ങളിലെല്ലാം ഏകകണ്ഠമായി പറയുന്ന ഒരു യാഥാർത്ഥ്യം, മുസ്ലിം സമൂഹം എന്ന് പറയുന്നത് ഒരിക്കലും തീവ്രവാദ പ്രവണതകളോട് അംഗീകരിക്കുന്ന വിഭാഗമല്ല. നേരെ മറിച്ച് മുസ്ലിം സമൂഹത്തിനകത്ത് ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് അന്യമായി തീവ്രവാദ പ്രവണതകളുമായി കടന്നുവന്ന ഏതെങ്കിലും വിഭാഗം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായും ലോകത്തെ മുഹമ്മദ് അബ്ദുൽ വഹാബ് തുടക്കം കുറിച്ച വഹാബി പ്രസ്ഥാനത്തിന്റെ പിന്മുറക്കാരാണ് എന്ന് നമ്മൾ സംഘടനാപരമായി ആരോപിക്കുന്നതല്ല, ലോകത്ത് സ്ഥിരീകരിക്കപ്പെട്ട ഒരു സത്യമാണ്. ഇത് ചരിത്രത്തിന്റെ ഭാഗമാണ്. മാത്രമല്ല മുഹമ്മദ് അബ്ദുൽ വഹാബ് വഹാബി വിപ്ലവത്തിന്റെ കാലത്ത് സൗദി അറേബ്യയിൽ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ നിഷ്ഠൂരമായ ക്രൂരമായ പ്രവർത്തനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ഷരീഫ് ഒഴികെ പ്രവാചകന്റെ പത്നിമാരുടെ, പ്രവാചകന്റെ കുടുംബത്തിൽപ്പെട്ടവരുടെ, ഒരുപാട് സ്വഹാബാക്കളുടെ, ചരിത്ര പ്രസിദ്ധരായ ഒരുപാട് മഹാരഥന്മാരായ സ്വഹാബാക്കളുടെയും വ്യക്തികളുടെയും എല്ലാം മക്ബറകൾ തട്ടി നിരപ്പാക്കിയിട്ട് അതിനെല്ലാം അടിച്ച് പൊളിച്ച് അതിനെല്ലാം ഒരു പ്രത്യേകതയുമില്ല എന്ന് പറയുന്ന ഏറ്റവും വലിയ ശ്മശാന വിപ്ലവത്തിനാണ് മുഹമ്മദ് അബ്ദുൽ വഹാബ് തുടക്കം കുറിച്ചത്. ആ ശ്മശാന വിപ്ലവത്തിനോടുള്ള അതേ സമീപനമാണ് നമ്മുടെ നാട്ടിലെ വഹാബി സംഘടനകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മക്ബറകളിലേക്ക് പോകുന്നതിനോട് അവർ താല്പര്യപ്പെടുന്നില്ല. ഉറൂസുകളോട്, ആണ്ടുനേർച്ചകളോട് അവർക്കൊരു വിപരീത സ്വഭാവമാണുള്ളത്. അതിനോടൊക്കെ വളരെ പ്രതികൂലമായിട്ട് പ്രതികരിക്കുന്നു, ആ രീതിയിലുള്ള പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതിന് സമാനമായ പ്രവർത്തനമാണ് ലോകത്ത് IS നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ സഹായം IS-നുണ്ടായിരിക്കാം, ഇസ്രയേലിന്റെ സഹായം IS-നുണ്ടായിരിക്കാം. കാരണം എന്താണ്? അമേരിക്കയും ഇസ്രയേലും കാലങ്ങളായി ഡോളറുകൾ ചെലവഴിച്ചുകൊണ്ട് ഇക്കാലം അത്രയും ഇവിടെ ക്യാമ്പയിൻ ചെയ്തത് മുസ്ലിങ്ങൾ യുദ്ധക്കുതിയന്മാരാണ്, അവർ ഭീകരവാദികളാണ്, അവർ തീവ്രവാദികളാണ്, അവർ അക്രമകാരികളാണ്. ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപകടകരമായ ഒരു പ്രത്യയശാസ്ത്രമാണെന്ന് ലോകത്ത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ പോലും ലോകത്ത് കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ക്യാമ്പയിൻ നടത്തുന്നവരുടെ താല്പര്യം എന്താണ്? ലോകത്ത് ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപകടകരമായ ഒരു സംവിധാനമാണ്. ഒരു മനുഷ്യനും ഇസ്ലാമിലേക്ക് പോകാൻ പാടില്ല. ഇസ്ലാം ചർച്ച ചെയ്യപ്പെടുന്നത് ഒരിക്കലും പോസിറ്റീവായ ചർച്ചകളിലേക്ക് എത്താൻ പാടില്ല. ഇത് അപകടകരമായ ഭീതിജനകമായിട്ടുള്ള ഒരു മതമാണ്, ഒരു സമൂഹമാണ്, ഒരു വിശ്വാസ സംഹിതയാണ് എന്ന് ലോകത്ത് പ്രചരിക്കപ്പെടണം എന്നത് ഇസ്രയേലിന്റെ അജണ്ടയാണ്, അമേരിക്കയുടെ അജണ്ടയാണ്, ലോകത്തെ ഇസ്ലാമിക സമൂഹത്തിന്റെ ശത്രുക്കളുടെ കാലാകാലങ്ങളായിട്ടുള്ള അജണ്ടയാണ്. ഈ അജണ്ടയുമായി നടക്കുന്ന ആളുകൾക്കിടയിലാക്കാണ് ഇസ്ലാമിക സമൂഹത്തിന് അന്യമായ, ഇസ്ലാമിക പ്രമാണം അംഗീകരിക്കാത്ത, ഇസ്ലാമിക ലോകം ഒരു മുടിക്കെ തള്ളിക്കളഞ്ഞിട്ടുള്ള ഈ തീവ്രവാദ പ്രവണതകളുള്ള ഒരാശയവുമായി ഒരു വിഭാഗം കടന്നു വരുമ്പോ സ്വാഭാവികമായും അവർക്ക് IS-ന് അമേരിക്ക സഹായം ചെയ്തു കൊടുക്കും, ഇസ്രയേൽ സഹായം ചെയ്തു കൊടുക്കും. ഈ IS വളർന്നു വരുന്നതിൽ അമേരിക്കക്ക് വ്യക്തമായ പങ്കാളിത്തമുണ്ട് എന്ന് ആരോപണം ഉന്നയിച്ചത് ലോകത്തേതെങ്കിലും മുസ്ലിം സംഘടനയല്ല, ലോകത്തേതെങ്കിലും മുസ്ലിം മതപണ്ഡിതന്മാരല്ല. നേരെ മറിച്ച് ആദ്യമായി IS-ന്റെ സൃഷ്ടിപ്പിലും IS-ന്റെ രൂപകൽപ്പനയിലും IS-ന് വേണ്ട വിധം പ്രോത്സാഹനങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് സാക്ഷാൽ അമേരിക്കയാണെന്ന് അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പാർലമെന്റ് മെമ്പറാണ്
സാക്ഷാൽ ബറാക് ഒബാമയുടെ മുഖത്ത് ചൂണ്ടിയിട്ട് അമേരിക്കൻ പാർലമെന്റിൽ വെച്ചുകൊണ്ട് ആരോപണം ഉന്നയിച്ചത് ഈ നിമിഷം വരെ ആധികാരികമായി നിഷേധിക്കാൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല, ലോകത്ത് IS നടത്തിക്കൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ അക്രമങ്ങളിൽ പിടിക്കപ്പെടുന്ന ആയുധശേഖരങ്ങളിൽ വലിയൊരു പങ്കും അമേരിക്കൻ നിർമ്മിത ആയുധങ്ങളാണ് എന്ന് ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. അപ്പൊ അമേരിക്കയുടെ സഹായമുണ്ടാകാം, അമേരിക്കയുടെ പണമുണ്ടാവാം, അമേരിക്കയുടെ പിന്തുണയുണ്ടാവാം, അമേരിക്കയുടെ ആയുധമുണ്ടാകാം, അമേരിക്കയുടെ പ്രോത്സാഹനമുണ്ടാകാം. എന്നാൽ IS-ന് വഹാബിസത്തിന്റെ ആശയമുണ്ട്. IS-ന് വഹാബിസത്തിന്റെ ആശയമുണ്ട്. ഈ ആശയമുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ലോകത്ത് യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ മഖ്ബറ തട്ടി തകർത്തത് IS-ന്റെ രംഗപ്രവേശനത്തിന് ശേഷം അതിന്റെ തീവ്രവാദികളാണ്. ഷെയ്ഖ് റിഫായി തങ്ങളുടെ മഖ്ബറ തട്ടി തകർത്തത് IS-ന്റെ തീവ്രവാദികളാണ്. മഹാനായ ഇമാം നബവി തങ്ങളുടെ മഖ്ബറ തട്ടി തകർത്തത് IS-ന്റെ തീവ്രവാദികളാണ്. കേവലം അമേരിക്കൻ നിർമ്മിതമായ, അമേരിക്കൻ രൂപകൽപ്പന ചെയ്ത ഒരു ഭീകര പ്രസ്ഥാനത്തിന് യൂനുസ് നബിയുടെ മഖ്ബറ തട്ടി തകർക്കുന്ന എന്തിനാണ്? ഷെയ്ഖ് റിഫായി തങ്ങളുടെ മഖ്ബറ തട്ടി തകർക്കുന്ന എന്തിനാണ്? ഇമാം നബവി തങ്ങളുടെ മഖ്ബറയോട് അമേരിക്കക്കും ഇസ്രയേലിനും എന്ത് പ്രതിബദ്ധതയാണുള്ളത്, എന്ത് ശത്രുതയാണുള്ളത്? കാരണം എന്താണ്? അമേരിക്കയുടെ ആയുധം, അമേരിക്കയുടെ ഫണ്ട്, അമേരിക്കയുടെ പണം, അമേരിക്കയുടെ സഹായം, വഹാബിസത്തിന്റെ ആശയം. ഇത് രണ്ടും ചേരുമ്പോഴാണ് ഈ ആയുധം ഉപയോഗിച്ചുകൊണ്ട്, അമേരിക്കയുടെ പണം ഉപയോഗിച്ചുകൊണ്ട് ഷെയ്ഖ് റിഫായി തങ്ങളുടെ വഹാബിസത്തിന്റെ അജണ്ട നടപ്പിലാക്കപ്പെടുന്നത്. ഷെയ്ഖ് റിഫായി തങ്ങളുടെ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ, ഇമാം നബവി തങ്ങളുടെ മഖ്ബറ തട്ടി തകർക്കുക എന്ന് പറയുന്ന വഹാബി ആശയം ഈ സായുധ പോരാളികൾക്ക് നടപ്പാക്കാൻ സാധിക്കുന്നത് ഈ സാമ്രാജ്യത്വ ശക്തിയുടെ പണവും ആയുധവും ഈ വഹാബിസത്തിന്റെ ആശയവും ഒരുമിച്ച് ചേരുമ്പോഴാണ്. ഇത് ലോകത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമായിരിക്കെ ഈ സത്യസന്ധമല്ലാത്ത, ഇസ്ലാം അംഗീകരിക്കാത്ത, മതമനുവദിക്കാത്ത ഒരു വൃത്തികെട്ട പ്രവർത്തനം മുസ്ലിം ലോകത്ത് ഇസ്ലാമിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുമ്പോ എന്തായാലും ഇതൊക്കെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട മുസ്ലിം നാമധാരികളാണ് ചെയ്യുന്നത് എന്ന കാരണത്താൽ കണ്ണടച്ചിരുന്നാൽ, മൗനം പാലിച്ചാൽ അത് സത്യത്തിൽ ഇസ്ലാമിനെ മോശമായി ചിത്രീകരിക്കുന്ന ആളുകൾക്ക് വലിയ വളമാകും എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇതിന്റെ നേരും നെറിയും ലോകത്തിനു മുമ്പാകെ വകതിരിച്ചു കൊടുക്കുക എന്ന വലിയ ദൗത്യം ഇത്തരം ക്യാമ്പയിനിലൂടെ നടത്താൻ സംഘടന നിർബന്ധിതരാകുന്നത്. ഇതിന്റെ അർത്ഥം എന്ന് പറയുമ്പോൾ ഇത് ഈ രീതിയിൽ വിശദീകരിച്ചു കഴിഞ്ഞാൽ വലിയ അപകടമല്ലേ സംഭവിക്കാൻ പോകുന്നത്, വലിയ പ്രയാസമല്ലേ സൃഷ്ടിക്കാൻ പോകുന്നത്? അതിന്റെ പേരിൽ ഇവിടെ മുജാഹിദ് സംഘടനകൾ പ്രതികൂട്ടിലാവില്ലേ? ഇവിടുത്തെ മുജാഹിദ് സംഘടനകൾക്കെതിരെയല്ല നിങ്ങളുടെ ക്യാമ്പയിൻ എന്ന് പറയുന്ന ആളുകളുണ്ട്. ഒരിക്കലും ഒരു നാടൻ തല്ലിന് പോലും ആഫിയത്തില്ലാത്ത കേരളത്തിലെ മുജാഹിദ് സംഘടനകളെ തീവ്രവാദികളാക്കുക എന്നത് നമ്മുടെ അജണ്ടയല്ല. അവരെ തീവ്രവാദികളാണെന്ന് നമ്മൾ ആരോപിക്കുന്നില്ല. പക്ഷേ ആശയങ്ങളുടെ സമാനതകൾ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ പോലും നിഷേധിക്കാൻ കഴിയാത്ത സംഗതിയാണ്. ലോകത്ത് അതൊരു പരമാർത്ഥമാണ്. ലോകത്ത് ചരിത്രത്തിൽ അതൊരു പരമാർത്ഥമാണ്. ഈ അവസ്ഥ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതേപോലെയുള്ള അപകടകരമായ ആശയങ്ങളിൽ ആരെങ്കിലും വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ ഈ തെറ്റുധാരണകൾ ദൂരീകരിച്ചുകൊണ്ട് യഥാർത്ഥ പാരമ്പര്യ ഇസ്ലാമിന്റെ പാരമ്പര്യമായ വഴികളിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് സ്വന്തം ഈമാൻ കാത്തുസൂക്ഷിക്കാൻ ആവശ്യമായ തിരിച്ചറിവിലേക്കും തിരിച്ചുവരവിലേക്കുമാണ് ഇത്തരം പ്രസ്ഥാനത്തിന് അടിമപ്പെട്ട ആളുകൾ മുന്നോട്ട് വരേണ്ടത് എന്ന വളരെ സാന്ദർഭികമായ സതുദ്ദേശപരമായ ഒരു ഓർമ്മപ്പെടുത്തലുകൾ മാത്രമാണ് ഇത്തരം ക്യാമ്പയിനുകളിലൂടെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. മാത്രമല്ല, ലോകത്തും ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ മുസ്ലിം സമൂഹത്തിനിടയിൽ തീവ്രവാദം വളർന്നു വരുന്നു എന്ന് പറയുന്നത് ഇവിടെ ഫാഷിസം ആഗ്രഹിക്കുന്ന സംഗതിയാണ്. ഇവിടെ മുസ്ലിങ്ങൾക്കിടയിൽ ഭീകരപ്രവർത്തനം വളർന്നു വരുന്നു എന്ന് പറയുന്നത് ഫാഷിസം ആഗ്രഹിക്കുന്ന സംഗതിയാണ്. ഇവിടെ ഹിന്ദുക്കൾക്കിടയിലും മുസ്ലിങ്ങൾക്കിടയിലും വലിയ വിദ്വേഷവും ശത്രുതയും വളർത്തിക്കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ക്യാമ്പയിനുകളുമായി ആരെങ്കിലും രംഗത്ത് വന്നാൽ ആ ക്യാമ്പയിനുകളെ മുന്നിൽ കണ്ടുകൊണ്ട് ആ ക്യാമ്പയിനുകളെ രാഷ്ട്രീയമായി ചൂഷണം ചെയ്യുന്ന ഫാഷിസ്റ്റ് ശക്തികളാണ് നമ്മുടെ രാജ്യത്തുള്ളത്. ഇവിടെ ഹിന്ദുവിനെയും മുസ്ലിങ്ങളെയും തമ്മിൽ തല്ലിപ്പിക്കാൻ വേണ്ടിയിട്ട് ആര് രംഗത്ത് വന്നാലും അവരെ പ്രത്യക്ഷമായും പരോക്ഷമായും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ആ ശത്രുത വളർത്തിക്കൊണ്ടുവരിക എന്നതാണ് സത്യത്തിൽ എപ്പോഴും ഇവിടുത്തെ ഫാഷിസ്റ്റ് അജണ്ടയുമായി നടക്കുന്ന ആളുകൾ താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് ഒരിക്കലും തീവ്രവാദ പ്രവണതകളോട് രാജിയാവാൻ നമുക്ക് സാധിക്കില്ല. തീവ്രവാദ പ്രവണതകൾ വളർത്തിക്കൊണ്ടുവരാനുള്ള സാഹചര്യങ്ങളുമായി ആര് രംഗത്ത് വന്നാലും അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന്റെ ഇസ്ലാമികതയും ഇസ്ലാമിക വിരുദ്ധതയും വേർതിരിച്ചുകൊണ്ട് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്ന വലിയ ദൗത്യം നിർവഹിക്കാൻ സംഘടന ബാധ്യസ്ഥമാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം മുസ്ലിം സമൂഹത്തിനിടയിൽ, കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനിടയിൽ തീവ്രവാദ പ്രവണതകളുമായി കടന്നു വന്ന ഏത് സംഘടനകൾ വരുമ്പോഴും
അപ്പോഴെല്ലാം അതിന്റെ മതവിരുദ്ധത, പ്രാമാണികമായ വിരുദ്ധത വളരെ കൃത്യമായി, സുതാര്യമായി, സത്യസന്ധമായി, എന്നാൽ പ്രാമാണികമായി ഈ സമൂഹത്തിന് മുമ്പിൽ വിശദീകരിച്ചു കൊടുത്തുകൊണ്ട് അതിന്റെ നേരും നെറിയും വകതിരിച്ചുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും പോഷക സംഘടനകളും മുന്നോട്ട് പോയത്. ഈ അപകടകരമായ ചുറ്റുപാടിനെ ചൂഷണം ചെയ്യാനാണ് ഇവിടെ പല ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അറിയണം, ഈ രാജ്യം ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് BJP-യാണ്. ഇന്ത്യ രാജ്യത്ത് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി പാർലമെന്റിനകത്ത് കടന്നുവന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഉൾപ്പെടെ ഇന്നൊരു ഫാഷിസ്റ്റ് ഗവൺമെന്റാണ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഫാഷിസ്റ്റ് ഗവൺമെന്റിന്റെ താല്പര്യം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഹിന്ദുവും മുസ്ലിമും തമ്മിലുള്ള ശത്രുത, പരസ്പര വിദ്വേഷം, അവർക്കിടയിൽ സംശയം, ഇതെല്ലാം വളർത്തിക്കൊണ്ടുവന്നുകൊണ്ട് ആ വർഗീയതയിൽ ഊന്നിക്കൊണ്ട് രക്തച്ചൊരിച്ചിലുണ്ടാക്കി ഈ ഹിന്ദുത്വ ഫാഷിസ്റ്റ് അജണ്ട സകല മേഖലകളിലും അടിയുറപ്പിച്ചു നിർത്തിക്കൊണ്ട് ഒരു ശക്തമായ ഫാഷിസ്റ്റ് വൽക്കരണമാണ് അവരാഗ്രഹിക്കുന്നത്. അവർ സത്യത്തിൽ ഈ രാജ്യത്തെ ഹിന്ദുവിനോട് പ്രതിബദ്ധതയുള്ളവരല്ല, ഈ രാജ്യത്ത് ഹൈന്ദവ സഹോദരങ്ങളോട് പ്രതിബദ്ധതയുള്ളവരല്ല. നേരെ മറിച്ച് രാഷ്ട്രീയമായ ലാഭത്തിനും താല്പര്യങ്ങൾക്കും വേണ്ടി ഈ രണ്ട് സമുദായങ്ങളെയും തമ്മിലടിപ്പിക്കുക എന്ന് പറയുന്നത് ഇവരുടെ രാഷ്ട്രീയമായ അജണ്ടയാണ്. നമുക്കറിയാം, ഈ BJP 1980-കളിൽ 2 MP-മാരുമായിട്ടാണ് ദേശീയ രാഷ്ട്രീയത്തിൽ കടന്നു വന്നത്. ഒരു ഫാഷിസ്റ്റ് ശക്തി എന്ന രീതിയിൽ 2 MP-മാരുമായി രാജ്യത്ത് കടന്നു വന്നു. അന്ന് മുതൽ ഈ കഴിഞ്ഞ ഭരണത്തിലേക്ക് കടന്നു വരുന്നതുവരെ അവർ ഈ രാജ്യത്ത് ഉന്നയിച്ച പ്രധാനപ്പെട്ട അവരുടെ പ്രകടന പത്രികയിലെ 3 അജണ്ടകൾ എന്ന് പറയുന്നത്, ഒന്ന്, ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ബാബരി മസ്ജിദ് തകർത്ത് അവിടെ രാമക്ഷേത്രം നിർമ്മിക്കും, ഒരു പ്രധാനപ്പെട്ട അജണ്ട. രണ്ടാമത്തെ അജണ്ട, കശ്മീരിന് നമ്മുടെ ഭരണഘടനയിൽ ഒരു സ്വയം ഭരണാവകാശമുണ്ട്, ആ പദവി, കാശ്മീരിന്റെ ആ പദവി എടുത്തു മാറ്റും. മൂന്നാമത്തെ കാര്യം, ഇന്ത്യ രാജ്യത്ത് ഇവിടുത്തെ വ്യക്തി നിയമങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒരു ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരും. ഈ 3 അജണ്ടകളുമായിട്ടാണ് കാലങ്ങളായി BJP പ്രകടന പത്രികയുമായി രംഗത്ത് വരാറുള്ളത്. പക്ഷേ ഈ അജണ്ടകളോട് സത്യത്തിൽ BJPക്ക് എത്രത്തോളമാണ് പ്രതിബദ്ധതയുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം. എത്രത്തോളം പ്രതിബദ്ധതയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ രാമക്ഷേത്രവാദവുമായി അവർ രംഗത്ത് വന്നു. ബാബരി മസ്ജിദ് എന്ന് പറയുന്ന 450 വർഷക്കാലം മുസ്ലിങ്ങൾ ആരാധനാകർമ്മത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയ ഒരു പള്ളി തകർക്കപ്പെടുക എന്നതല്ല അവരുടെ ഉദ്ദേശം. നേരെ മറിച്ച് ഒരു ബാബരി മസ്ജിദ് ഇഷ്യൂ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഷ്ട്രീയമായി ഇവിടെ എങ്ങനെ വളർന്നു വരാൻ സാധിക്കുമെന്നാണ് അവരാഗ്രഹിച്ചത്. അതിനുവേണ്ടി ഒരു ബാബരി മസ്ജിദ് തകർക്കപ്പെടുന്നതിന് വേണ്ടി മാത്രം 1500-ലധികം വരുന്ന കലാപങ്ങൾ ഇന്ത്യ രാജ്യത്ത് BJP നടത്തിയിട്ടുണ്ട്. 1500-ലധികം വരുന്ന കലാപങ്ങൾ. അപ്പൊ ബാബരി മസ്ജിദ് തകർക്കുക എന്നൊരു ഉദ്ദേശം മാത്രമാണെങ്കിൽ ലോകത്തെന്തിനിങ്ങനെ കലാപങ്ങൾ നടത്തണം? ലോകത്തിങ്ങനെ ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ ചുട്ടുകൊല്ലണം? ലോകത്ത് ഇത്തരത്തിലുള്ള വൃത്തികേടുകൾക്ക് എന്തിന് നേതൃത്വം കൊടുക്കണം? അപ്പൊ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? ഒരു ഭീതിയുടെ രാഷ്ട്രീയം കൊണ്ടുവരിക, ഒരു അപകടകരമായ രാഷ്ട്രീയം കൊണ്ടുവരിക. ആ കലാപകലുഷിതമായ നാടുകളിലെല്ലാം ഹിന്ദു മുസ്ലിം മൈത്രിയെ തകർത്ത് കളയുക, അവിടുത്തെ സാമുദായികമായ സൗഹാർദ്ദം ഇല്ലായ്മ ചെയ്യുക, അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുക, അവർക്കിടയിൽ ശത്രുതയുണ്ടാക്കുക, അവരെ നിരന്തരം ശത്രുക്കളാക്കി മാറ്റി ഹിന്ദു മുസ്ലിം വോട്ടുകളെ വികേന്ദ്രീകരിച്ചുകൊണ്ട് അവർക്കിടയിൽ കടുത്ത ധ്രുവീകരണം കൊണ്ടുവന്നുകൊണ്ട് രാഷ്ട്രീയമായ നേട്ടം കൊയ്യാൻ സാധിക്കുമോ എന്ന അജണ്ട. ഈ കലാപങ്ങളിലൂടെ 1500-ലധികം വരുന്ന കലാപങ്ങളിലൂടെ ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ ചുട്ടുകൊന്ന് കൂട്ടക്കൊലക്കരയാക്കി, ആയിരക്കണക്കിന് മുസ്ലിം സ്ത്രീകളെ മാനഭംഗപ്പെടുത്തി, ഒരുപാട് കൊച്ചു കുഞ്ഞുങ്ങളെ കൂട്ടക്കൊല ചെയ്ത്, ഒരുപാട് നിരപരാധികളായ ആളുകളെ ജയിലറകൾക്കടിയിൽ വിചാരണ തടവുകാരായി പാർപ്പിച്ച് ലോകത്തെ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ അരക്ഷിതമായ ഒരു സാമൂഹ്യ ചുറ്റുപാടിലേക്ക് നയിച്ചുകൊണ്ട് അങ്ങനെ ഇവിടെ വർഗീയതയെ ചുട്ട് എടുത്തുകൊണ്ട് ഒരു രാഷ്ട്രീയമായ മുന്നേറ്റമാണ് നടത്തിയത്. അങ്ങനെയെല്ലാം വലിയ രാമഭക്തി പറഞ്ഞ് രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ ഒരു മൂവ്മെന്റ് ഉണ്ടാക്കി വലിയ കോലാഹലങ്ങളോടുകൂടി അധികാരത്തിൽ വന്ന രാജ്യത്തിന്റെ ഭരണകൂടം ഈ രാജ്യത്ത് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ഇന്ന് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ പ്രാഥമിക പ്രവർത്തനം പോലും ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നില്ല എന്ന സത്യം നമ്മൾ അറിയണം. എന്താ കാരണം? അവിടെ ആവശ്യം ക്ഷേത്ര നിർമ്മാണമല്ല, അവിടെ ആവശ്യം രാമഭക്തിയല്ല, അവർക്ക് ഹൈന്ദവരോടല്ല താല്പര്യം. നേരെ മറിച്ച് ഈ ഹൈന്ദവൻ ബഹുമാനിക്കുന്ന രാമനെയും രാമഭക്തിയെയും രാമക്ഷേത്ര മൂവ്മെന്റിനെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഷ്ട്രീയമായി എങ്ങനെ അധികാരത്തിലേക്ക് കടന്നുവരാം എന്ന ഒരു പരീക്ഷണമാണ് നടത്തിയത്. ആ അധികാരത്തിലേക്ക് കടന്നു വന്നതോടുകൂടി രാമക്ഷേത്രം എന്ന അജണ്ട അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസക്തിയുമില്ലാതെയായി. ഇതേപോലെയാണ് കാശ്മീരിന് നൽകുന്ന സ്വയംഭരണാധികാരം.
ആ ബാബരി മസ്ജിദ് തകർത്തതുപോലെ തന്നെ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നിട്ട് കാലങ്ങളേറെയായി. ഇന്നുവരെ കാശ്മീരിന്റെ സ്വയംഭരണാധികാരം എടുത്തു കളയാൻ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഒരു നടപടിയും നടത്തുന്നില്ല എന്നതിനേക്കാൾ അപ്പുറം ഈ കാശ്മീരിന്റെ സ്വയംഭരണാധികാരം എടുത്തു കളയുന്നതിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്തുന്ന ഒരു കക്ഷിയാണ് ഇന്ന് കാശ്മീർ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സ്വയംഭരണാധികാരത്തോട് എല്ലാ അർത്ഥത്തിലും സ്വയംഭരണാധികാരം നിലനിർത്തണമെന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്ന അതേ കക്ഷിയോട് കൂട്ടുചേർന്നുകൊണ്ട് നരേന്ദ്രമോദിയുടെ BJP ഇന്ന് കാശ്മീരിൽ ഭരണം പങ്കിട്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ ആലോചിക്കണം. അപ്പൊ കാശ്മീരുടെ സ്വയംഭരണാധികാരത്തിന്റെ പേരിൽ ഇവിടെ നടത്തിയിട്ടുള്ള ക്യാമ്പയിനുകൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ആ സ്വയംഭരണാധികാരം എടുത്തു കളയാനല്ല, നേരെ മറിച്ച് ഇവിടെ അത്തരത്തിലുള്ള ഒരു മൂവ്മെന്റ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഷ്ട്രീയമായി തങ്ങൾക്ക് ലഭ്യമാക്കാവുന്ന സ്വാധീനം ഉറപ്പിക്കാൻ ആവശ്യമായ രാഷ്ട്രീയമായ ചൂതുകളി മാത്രമായിരുന്നു BJP നിർവഹിച്ചത്. ഇതേപോലെയാണ് ഇപ്പോൾ ഏക സിവിൽ കോഡ് വാദവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഏക സിവിൽ കോഡ് എന്ന് പറയുന്ന ഒരു സിവിൽ കോഡ് ഇന്ത്യ രാജ്യത്ത് പാസാക്കപ്പെട്ടാൽ അതിന്റെ ഭവിഷ്യത്ത് ഏറ്റവും കൂടുതൽ നേരിടുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല, അതിനേക്കാൾ ഈ രാജ്യത്തെ നിഷ്കളങ്കരായ ഹൈന്ദവ സഹോദരന്മാരാണ്. മുസ്ലിങ്ങൾക്കല്ല വലിയ ഭീഷണി. മുസ്ലിങ്ങൾക്ക് ഭീഷണിയുണ്ട് എന്ന് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മുസ്ലിങ്ങളെക്കാൾ മഹാഭൂരിപക്ഷമുള്ള ഇന്ത്യ രാജ്യത്തെ നിരവധി ഹൈന്ദവ സഹോദരന്മാരാണ് ഏക സിവിൽ കോഡിന്റെ ഏറ്റവും വലിയ കെടുതികൾ അനുഭവിക്കേണ്ടത്. ഇന്ത്യ രാജ്യത്തെ ഹൈന്ദവ സമൂഹം എന്ന് പറയുന്നത് 6400-ലധികം വരുന്ന ജാതികളും ഉപജാതികളുമായി കഴിഞ്ഞുകൂടുന്ന സമൂഹമാണ്. അതിനേക്കാൾ അപ്പുറം എത്രയോ ഗോത്രസഭകൾ, ഗോത്രവിഭാഗങ്ങൾ, അതിനേക്കാൾ അപ്പുറം ഹരിയാന പോലെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഹൈന്ദവ സഹോദരന്മാർ നേതൃത്വം കൊടുക്കുന്ന സംഘപരിവാറിന്റെ സംരക്ഷണത്തിൽ കഴിയുന്ന ഖാപ്പ് പഞ്ചായത്തുകൾ എന്ന് പറയുന്ന ഒരു വലിയ സംവിധാനം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുണ്ട്. അവിടെയൊന്നും ഇന്ത്യൻ ഭരണഘടന ബാധകമല്ല. ഖാപ്പ് പഞ്ചായത്തുകളിൽ ആദിവാസി ഊരുകളിലൊക്കെ അവിടുത്തെ മൂപ്പന്മാർ എന്ത് തീരുമാനിക്കപ്പെടുന്നോ ആ മൂപ്പന്മാരുടെ തീരുമാനമാണ് ഭരണഘടന. അവിടെ അവർക്ക് ബാധ്യതയില്ല, അവർക്ക് സിവിൽ കോഡുകൾ ബാധ്യതയില്ല, അവർക്ക് വ്യക്തി നിയമങ്ങൾ ബാധ്യതയില്ല. അതിനേക്കാൾ അപ്പുറം ഇങ്ങനെ ഒരുതരം ഗോത്രസഭകളുടെ നിയന്ത്രണത്തിലും ഗോത്രാചാരങ്ങൾക്ക് കീഴിലുമൊക്കെ ഇന്ത്യ രാജ്യത്തെ ആയിരക്കണക്കിന് ഗോത്രങ്ങൾ 6400-ലധികം വരുന്ന ജാതികളും ഉപജാതികളുമായി കഴിഞ്ഞുകൂടുന്ന വിഭാഗത്തിനാണ് ഇന്ത്യ രാജ്യത്തെ മുസ്ലിം വ്യക്തി നിയമം എടുത്തു കളഞ്ഞുകൊണ്ട് ഏക സിവിൽ കോഡ് നടപ്പാക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ രാജ്യത്ത് ഏക സിവിൽ കോഡ് ദോഷകരമായി ബാധിക്കുക ഇന്ത്യ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സഹോദരങ്ങൾക്കാണ്. അതുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഏക സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് പറഞ്ഞ BJPയുടെ അജണ്ട എന്ന് പറയുന്നത് ഏക സിവിൽ കോഡ് നടപ്പാക്കാനല്ല, നേരെ മറിച്ച് ഏക സിവിൽ കോഡ് എന്ന് പറയുന്ന ഒരു വാദം ഉന്നയിച്ചുകൊണ്ട് ഇവിടെ അതിന്റെ പേരിൽ എത്രത്തോളം വിഭാഗീയതയും ഭിന്നതയും ഉണ്ടാക്കാൻ സാധിക്കും, രാഷ്ട്രീയമായ ധ്രുവീകരണം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന പരീക്ഷണമാണ്, രാഷ്ട്രീയ പരീക്ഷണമാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ഏക സിവിൽ കോഡ് എന്ന് പറയുന്ന ഈ അജണ്ടയുടെ മറവിൽ ഇന്ത്യ രാജ്യത്തെ മുസ്ലിം സമുദായത്തെ ഷണ്ഡീകരിച്ചുകൊണ്ട് കാവ്യവൽക്കരണത്തിന് വിധേയമാക്കുക എന്നൊരു അജണ്ട ഇപ്പോൾ തന്ത്രപരമായി നടത്താൻ BJP ഒരുങ്ങി പുറപ്പെട്ടിരിക്കുന്നു. നമ്മൾ ആലോചിക്കണം, ഏക സിവിൽ കോഡ് നടപ്പാക്കുക എന്നതിനേക്കാൾ അപ്പുറം ഇന്ന് BJP നേതാക്കളുടെയും സംഘപരിവാർ ശക്തികളുടെയും സാക്ഷാൽ നരേന്ദ്രമോദിയുടെയും പ്രഭാഷണത്തിൽ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വാക്ക് ഇന്ത്യ രാജ്യത്തെ മുസ്ലിം സഹോദരിമാർക്കിടയിൽ മുത്തലാഖ് വർദ്ധിച്ചിരിക്കുന്നു, ഇവിടെ മുത്തലാഖ് വ്യാപിച്ചിരിക്കുന്നു, ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകളെല്ലാം വലിയ കഷ്ടപ്പാടിലും പ്രയാസത്തിലും പ്രതിസന്ധിയിലുമാണ്, അവരുടെ അരക്ഷിതാവസ്ഥ മാറ്റാൻ മുത്തലാഖ് നിരോധിക്കണം, മുസ്ലിം വ്യക്തി നിയമം എടുത്തു കളയണം എന്നാണ്. നമ്മൾ ആലോചിക്കണം, മുത്തലാഖ് എന്ന് പറയുന്ന സംവിധാനത്തെക്കുറിച്ച് തന്നെ നമ്മുടെ ഗൗരവത്തിൽ ആലോചിക്കണം. എവിടെയാണ് മുസ്ലിം സമൂഹത്തിൽ മുത്തലാഖുള്ളത്? അപൂർവങ്ങളിൽ അപൂർവമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് ഒരു പുരുഷൻ തന്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലുമ്പോൾ 3 തലാഖും ഒരുമിച്ച് ചൊല്ലുക എന്ന് പറയുന്ന സംഗതി. ത്വലാഖ് തന്നെ ഒരു നാട്ടിൽ, നമ്മുടെ ഓരോരുത്തരുടെയും മഹല്ലുകൾ നമ്മൾ പരിശോധിച്ച് നോക്ക്. നമ്മുടെ നാട്ടിൽ എത്ര വിവാഹമോചനങ്ങൾ നടക്കുന്നുണ്ട്? ആ വിവാഹമോചനങ്ങൾ തന്നെ എത്ര മുത്തലാഖ നടക്കുന്നത്? ആ മുത്തലാഖ് എന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവമായി നടന്നുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. പക്ഷേ മുസ്ലിം സമുദായത്തിനിടയിൽ ഈ മുത്തലാഖ് വ്യാപിച്ചിരിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു പ്രചാരണം നടത്തിക്കൊണ്ട് മുസ്ലിം വ്യക്തി നിയമത്തെ ഇല്ലായ്മ ചെയ്യാനും മുത്തലാഖിനെ നിരോധിക്കാനും ഉള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏക സിവിൽ കോഡ് നടപ്പാക്കലല്ല, ഇതേപോലെയുള്ള മുസ്ലിം വ്യക്തി നിയമത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ചില നിയമക്കുരുക്കുകളിലേക്ക് സമുദായത്തെ കൊണ്ടുവന്ന്
ഈ സമുദായത്തെ എങ്ങനെ ലോക്ക് ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ചുള്ള വലിയ അജണ്ടകളുമായിട്ടാണ് ഇന്ന് BJP രംഗത്ത് വന്നിരിക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം, എന്താണ് മുസ്ലിം വ്യക്തി നിയമം? ഈ രാജ്യത്ത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഉണ്ടായിരുന്ന കാലത്ത് തന്നെ 1937 ഇവിടെ ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട് ഉണ്ട്. ഭരണഘടന പുനഃസംഘടിപ്പിച്ചപ്പോൾ ഭരണഘടനയെ പരിഷ്കരിച്ചുകൊണ്ട് ഇന്ത്യൻ റിപ്പബ്ലിക്കിന് വേണ്ടി തയ്യാറാക്കപ്പെട്ട ഭരണഘടനയിലും മുസ്ലിം വ്യക്തി നിയമമുണ്ട്. ഇന്നും രാജ്യത്ത് മുസ്ലിം വ്യക്തി നിയമം നിലവിലുണ്ട്. വിവാഹമോചനം, ബഹുഭാര്യത്വം, അനന്തരാവകാശ സ്വത്ത്, വഖഫ്, ട്രസ്റ്റ്, ദാനം തുടങ്ങിയിട്ടുള്ള മുസ്ലിം സമുദായം അവരുടെ മതനിയമങ്ങൾക്ക് വിധേയമായി നടപ്പിലാക്കേണ്ട ചില നിയമങ്ങളുടെ പേരാണ് രാജ്യത്തെ ഭരണഘടന വകവെച്ച് നൽകുന്ന ഒരു മുസ്ലിം വ്യക്തി നിയമം എന്ന് പറയുന്നത്. ഈ വ്യക്തി നിയമം മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് വ്യക്തി നിയമമുണ്ട്, ക്രിസ്ത്യാനികൾക്ക് വ്യക്തി നിയമമുണ്ട്, പാർസികൾക്ക് വ്യക്തി നിയമമുണ്ട്, 6-7 വ്യക്തി നിയമങ്ങൾ രാജ്യത്തെ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ത്യ രാജ്യത്തെ ഈ വ്യക്തി നിയമങ്ങളൊക്കെ നിലനിൽക്കെ തന്നെ ഈ രാജ്യത്തെ എല്ലാ നിയമങ്ങളും എല്ലാ പൗരന്മാർക്കും ഒരേകീകൃത സിവിൽ നിയമത്തിന് കീഴിൽ കൊണ്ടുവരണമെന്നാണ് ഇവർ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആലോചിക്കണം, ഈ രാജ്യത്തെ മുഴുവൻ ക്രിമിനൽ നിയമങ്ങളും ഒന്നാണ്, ഒരേ വിഭാഗം, ഒരേ നിയമമാണ്. ഒരു കൊലപാതകം നടന്നു നമ്മുടെ നാട്ടിൽ. ആ കൊലപാതകം നടക്കുമ്പോൾ ആ കൊലപാതകം നിർവഹിച്ചത് ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും മതമുള്ളവനാണെങ്കിലും ഇല്ലാത്തവനാണെങ്കിലും എല്ലാവർക്കും കോടതിക്ക് മുമ്പിൽ ഇദ്ദേഹം കൊലപാതകം നടത്തി എന്ന് തെളിയിക്കപ്പെട്ടാൽ ശിക്ഷ ഒന്നാണ്. മതം നോക്കിയിട്ടല്ലേ ശിക്ഷ. കാരണം രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും ഒരേ ക്രിമിനൽ നിയമമാണ്. രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും ഒരേ സിവിൽ നിയമവുമാണ്. ഈ വ്യക്തി നിയമങ്ങളിൽ പറയുന്ന ഏതാനും ഭാഗങ്ങൾ മാറ്റിവെച്ചാൽ ബാക്കി എല്ലാ പൗരന്മാർക്കും ഒരേ സിവിൽ നിയമമാണ്. ഒരാൾ മറ്റൊരാളുടെ സ്ഥലം കയ്യേറി, ഭൂമി കയ്യേറി, വീട് കയ്യേറി, കച്ചവട സ്ഥാപനം കയ്യേറി, ഈ കയ്യേറ്റങ്ങളൊക്കെ അതിന് സമാനമായതെല്ലാം സിവിൽ നിയമങ്ങളിലാണ് വരുന്നത്, സിവിൽ കേസുകളാണ്. ആ കയ്യേറിയത് ഏത് മതക്കാരനാണ് എന്ന് നോക്കിയിട്ടല്ല കോടതി കേസ് അറ്റൻഡ് ചെയ്യുന്നത്. ഏത് മതക്കാരനാണെങ്കിലും സിവിൽ നിയമങ്ങൾ എല്ലാ സമുദായത്തിനും ഒന്നാണ്. ഈ സിവിൽ നിയമങ്ങളിൽ പെടാത്ത അതത് സമുദായങ്ങൾക്ക് ഈ രാജ്യത്തെ ഭരണഘടന അവരുടെ മതനിയമങ്ങൾക്കനുസരിച്ചുകൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കാൻ ആവശ്യമുള്ളവർക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളത് മാത്രമാണ് സിവിൽ നിയമം. വിവാഹം വ്യക്തി നിയമത്തിൽപ്പെട്ടതാണ്. ഈ വ്യക്തി നിയമം അനുസരിച്ചുകൊണ്ട് ഒരാൾക്ക് വിവാഹം ചെയ്യാം. ഒരു മുസ്ലിമിന് തന്നെ ആ വ്യക്തി നിയമം ബാധകമല്ലാതെയും വിവാഹം ചെയ്യാം. വ്യക്തി നിയമം ബാധകമല്ലാത്ത ഒരു മുസ്ലിം നാമധാരിയായ ഒരു മനുഷ്യൻ മുസ്ലിം നാമധാരിയായ മറ്റൊരു സ്ത്രീയെ വിവാഹം ചെയ്യുന്നു, നിക്കാഹ് ചെയ്യുന്നില്ല, ഇസ്ലാമിലെ ശരീഅത്തിലെ വിവാഹ നിയമങ്ങളൊന്നും പാലിക്കുന്നില്ല, രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് രജിസ്റ്റേർഡ് മാരേജ് നടത്തുന്നു. ആ രജിസ്റ്റേർഡ് മാരേജ് നടത്തിക്കഴിഞ്ഞാൽ ഇവിടെ മുസ്ലിം സമുദായം അദ്ദേഹത്തിനെതിരെ വാളെടുക്കാൻ പോകുന്നില്ല, അത് നിയമവിരുദ്ധമാണത് വാദിക്കുന്നില്ല. കാരണം എന്താണ്? അയാൾക്ക് ഇസ്ലാമിക സമൂഹത്തിന്റെ വിവാഹ രീതിയിൽ, ഇസ്ലാമിക ശരീഅത്തിന്റെ വിവാഹ രീതിയിൽ വിശ്വാസമില്ലെങ്കിൽ പിന്നെ വിശ്വാസം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന സംഗതിയല്ല. ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് ഞാൻ വിവാഹം കഴിക്കാൻ തയ്യാറല്ലെന്നൊരു മുസ്ലിം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇസ്ലാമിക സമൂഹം അവന്റെ പിറകെ നടക്കേണ്ട കാര്യമില്ല. അത് അവന്റെ സ്വാതന്ത്ര്യമാണ്. മതത്തിലൊന്നും നിർബന്ധമില്ല. അള്ളാഹുവിനെ വിശ്വസിക്കാനും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റസൂലായി വിശ്വസിക്കാനും കലിമ ചൊല്ലിക്കൊണ്ട് ഇസ്ലാമിക വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ഞാൻ ജീവിക്കാൻ സ്വയം സന്നദ്ധനാണെന്ന് സ്വയം തയ്യാറാകുന്ന ആളുകൾക്ക് മാത്രം ബാധകമാകുന്നതാണ് ഇസ്ലാമിക ശരീഅത്ത്. എന്നാൽ അത് സ്വീകരിക്കാനും സ്വീകരിക്കപ്പെടാതിരിക്കാനും രാജ്യത്ത് നിയമത്തിന് സ്വാതന്ത്ര്യമുണ്ട്. മുസ്ലിങ്ങൾ ആവശ്യപ്പെടുന്നത്, മുസ്ലിം വ്യക്തി നിയമം എന്ന് പറയുന്നത് ഈ രാജ്യത്ത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിലവിലുള്ളതാണ്, രാജ്യം സ്വാതന്ത്ര്യം നേടിയതിന് ശേഷവും നിലവിലുള്ളതാണ്. രാജ്യത്ത് വിവിധ സമുദായങ്ങൾക്ക് ഇവിടെ വ്യക്തി നിയമം ഉണ്ടാക്കിയപ്പോഴും ഭരണഘടനയുടെ മാർഗനിർദ്ദേശക തത്വത്തിൽ ഏക സിവിൽ കോഡ് നടപ്പാക്കണമെന്ന് പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഇനി ആരുടെയും വ്യക്തി നിയമമൊന്നും ഭേദഗതി ചെയ്യണ്ട, പരിഷ്കരിക്കണ്ട, ഇനി ഏതായാലും ഏക സിവിൽ കോഡ് നടപ്പാക്കാം എന്നല്ലല്ലോ വിവിധ കാലത്തെ ഭരണകൂടം തയ്യാറാക്കിയത്. അന്നത്തെ ഭരണകൂടങ്ങളെല്ലാം ഹിന്ദു വ്യക്തി നിയമങ്ങൾ പരിഷ്കരിച്ചു കൊടുത്തിട്ടുണ്ട്, ക്രിസ്ത്യാനിയുടെ വ്യക്തി നിയമം പരിഷ്കരിച്ചു കൊടുത്തിട്ടുണ്ട്. അതത് സമുദായങ്ങളുടെ എല്ലാം വ്യക്തി നിയമങ്ങൾ അതത് കാലങ്ങളിലെ ഭരണകൂടങ്ങൾ പരിഷ്കരിക്കുകയും ഭേദഗതി ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഏക സിവിൽ കോഡ് എന്ന് പറയുന്ന ഒരു നിർദ്ദേശം
ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലുണ്ട് എന്ന് കാരണം പറഞ്ഞുകൊണ്ട് ആരും ഏക സിവിൽ കോഡിന്റെ പേര് പറഞ്ഞിട്ട് ഒരു സമുദായത്തിന്റെയും വ്യക്തി നിയമങ്ങളിൽ കൈകടത്താൻ വന്നിട്ടില്ല. പിന്നെ എന്തിനാണ് മുസ്ലിം സമുദായത്തിന്റെ വ്യക്തി നിയമത്തോട് ഇത്ര വലിയ ഒരു അപകർഷത, ഒരു അസഹിഷ്ണുത വെച്ച് പുറത്തുന്ന കാര്യം എന്താണ്? ഈ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിന്റെ ഭരണഘടന വകവെച്ച് നൽകുന്ന മതസ്വാതന്ത്ര്യമാണ് ആവശ്യപ്പെടുന്നത്. ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയിൽ 25ാമത്തെ വകുപ്പിൽ പറയുന്നുണ്ട്, മൗലികമായ അവകാശത്തിൽ പറയുന്നുണ്ട്, ഈ രാജ്യത്തെ ഏത് പൗരനും, ഏത് മുസ്ലിമും എന്നല്ല, ഏത് ക്രിസ്ത്യാനിയും എന്നല്ല, ഏത് ഹിന്ദുവും എന്നൊന്നുമല്ല, ഏത് പൗരനും, ഈ രാജ്യത്ത് ജനിച്ചു വളർന്ന റേഷൻ കാർഡിൽ പേരുള്ള ഏത് പൗരനും അവനിഷ്ടപ്പെടുന്ന മതം സ്വീകരിക്കാം, പ്രബോധനം ചെയ്യാം, ആചരിക്കാം, അനുഷ്ഠിക്കാം. ഇതെല്ലാം ഇന്ത്യ രാജ്യത്തെ ഏത് പൗരനും ഭരണഘടന മൗലികമായ അവന്റെ അവകാശമായിട്ട് വകവെച്ചു കൊടുത്തതാണ്. ആ മൗലികമായ അവകാശത്തിന് എതിരാണ് ഭരണഘടനയിലെ മാർഗനിർദ്ദേശക തത്വം എന്ന് പറയുന്നത്. ഈ മാർഗനിർദ്ദേശക തത്വത്തിൽ പറയുന്ന ഏക സിവിൽ കോഡ് നടപ്പാക്കുന്നതിന്റെ സാധ്യതയെക്കുറിച്ച് നമ്മുടെ രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തന്നെ തുടക്കം കുറിച്ചിരുന്നു. അന്ന് അതിന്റെ ചർച്ചകൾ നടത്തിയ കാലത്ത് ജവഹർലാൽ നെഹ്റു തന്നെ പറഞ്ഞത്, അതത് സമുദായങ്ങൾ സ്വയം സന്നദ്ധമാകുന്ന ഒരു കാലം ഏതെങ്കിലും കാലത്ത് നമ്മുടെ രാജ്യത്ത് കടന്നു വന്നാൽ അന്നേ ഏക സിവിൽ കോഡിനെ കുറിച്ച് ഈ രാജ്യം ആലോചിക്കേണ്ടതുള്ളൂ എന്നാണ് അന്ന് തന്നെ പറഞ്ഞിട്ടുള്ളത്. ഈ രാജ്യത്തെ വ്യത്യസ്തമായ മതസമുദായങ്ങൾ ഞങ്ങൾക്ക് ഏക സിവിൽ കോഡ് വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ വ്യക്തി നിയമങ്ങൾ മതി എന്ന് പറയുമ്പോൾ പിന്നെ ആർക്കാണ് അതിന്റെ പേരിൽ ഇത്ര വലിയ ഈ രീതി ആരംഭിക്കുന്നത്? അപ്പൊ അതിന്റെ അടിസ്ഥാനം എന്താണ്? താല്പര്യം എന്താണ്? ഏക സിവിൽ കോഡ് നടപ്പാക്കലല്ല, അത്തരമുള്ള ഒരു രാഷ്ട്രീയ അജണ്ട ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ഭിന്നിപ്പിന്റെയും വർഗീയതയുടെയും രാഷ്ട്രീയം കളിക്കാനാണ്. നമ്മൾ ആലോചിക്കണം, ഈ വ്യക്തി നിയമം തന്നെ ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ രാജ്യത്ത് പ്രയോഗിക്കവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തി നിയമത്തിൽ വിവാഹം വരുന്നുണ്ട്. ഇസ്ലാമിക ശരീഅത്തിലെ വിവാഹ രീതി ഏതാണ്? ഇസ്ലാമിക ശരീഅത്തിൽ വിവാഹ രീതി ഏതാണ്? ഒരു മുസ്ലിമിന് വിവാഹം കഴിക്കാനുള്ള പ്രധാനപ്പെട്ട നിബന്ധന തന്നെ എന്താണ്? അവൻ വിവാഹം കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവുക എന്നുള്ളതല്ല. ഒരാൾക്ക് വിവാഹം കഴിക്കാനുള്ള പ്രധാനപ്പെട്ട നിബന്ധന എന്താണ്? അവൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു, ഒരു പെണ്ണന്വേഷിക്കുന്നു, ഇതല്ല. നേരെ മറിച്ച് അവൻ വിവാഹം കഴിച്ചാൽ ആ ഭാര്യയെ സർവ്വരീതിയിലും സംരക്ഷിക്കാൻ ആവശ്യമായ ഉത്തരവാദിത്വം നിർവഹിക്കാൻ അവന് സന്നദ്ധമാണെങ്കിൽ അത് നിർവഹിക്കാൻ എനിക്ക് സാധിക്കുമെന്ന ആത്മവിശ്വാസമുണ്ടെങ്കിൽ മാത്രമാണ് അവന് വിവാഹം ഇസ്ലാം അനുവദിക്കുന്നത് തന്നെ. അല്ല, ആ പെണ്ണിന് ചെലവ് കൊടുക്കാൻ കഴിയൂല, ആ പെണ്ണിന് വേണ്ട വിധം ഭക്ഷണവും വസ്ത്രവും വാങ്ങിച്ചു കൊടുക്കാൻ കഴിയില്ല, ആ പെണ്ണിനെ വേണ്ട വിധം സംരക്ഷിക്കാൻ കഴിയില്ല എന്നാണോ? എങ്കിൽ അവൻ നോമ്പ് നോറ്റ് നടന്നുകൊള്ളട്ടെ എന്നാണ് ഇസ്ലാം അവനോട് കൽപ്പിക്കുന്നത്. വിവാഹം ചെയ്യാനുള്ള അനുമതി പോലും അങ്ങനെയാണ്. എന്നാൽ ഇന്നത്തെ ആധുനിക നിയമമോ, ഇവിടുത്തെ ഭൗതിക സമൂഹത്തിലെ നിയമം എന്താണ്? ഒരിക്കലും അങ്ങനെയല്ല. നേരെ മറിച്ച് ഈ പുരുഷനെ പോലെ സ്ത്രീക്കും ഒരുപാട് ഉത്തരവാദിത്വങ്ങളുണ്ട്. ആദരണീയനായ നാസർ ഫൈസി നമ്മുടെ വേദിയിൽ എത്തിക്കഴിഞ്ഞു. ഞാൻ ഈ പറഞ്ഞ കാര്യം കൂടി പൂർത്തീകരിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. ഒരിക്കലും ഈ വിവാഹം എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ അർഹതയും ആത്മവിശ്വാസം ഉള്ളപ്പോൾ മാത്രം ശരീഅത്ത് അനുവദിക്കുന്ന സംഗതിയാണ്. ഇനി ആ വിവാഹം കഴിച്ചു, ദമ്പതികൾ വളരെ സൗഹൃദത്തോടുകൂടി മുന്നോട്ട് പോകുന്നു, നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഇനി ഏതെങ്കിലും കാരണത്താൽ ഈ ഭാര്യ ഭർത്താക്കന്മാർക്ക്, ദമ്പതിമാർക്ക് അവരുടെ വിവാഹ ജീവിതം ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തൊരു ഘട്ടം വന്നാൽ, അങ്ങനെ ധാരാളം ഉദാഹരണം നമ്മുടെ നാട്ടിലുണ്ടല്ലോ. ഒരുപാട് വിവാഹമോചന കേസുകൾ കോടതിയിലെത്തി. പ്രമുഖരുടെ വിവാഹമോചന കേസുകളെല്ലാം പത്രത്തിൽ വാർത്തയാണല്ലോ. അപ്പൊ എന്താണ്? വിവാഹമോചനം എന്ന് പറയുന്ന ഒരു സംഗതി മനുഷ്യ ജീവിതത്തിൽ അനിവാര്യമാകുന്ന ഘട്ടങ്ങൾ ഉണ്ടാകും എന്നാണല്ലോ തെളിയിക്കുന്നത്. ഇത് മുസ്ലിം സമുദായത്തിലെ അസുഖം മാത്രമല്ലല്ലോ. വിവാഹം ചെയ്താൽ പലപ്പോഴും ഈ ദമ്പതിമാർക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഒരുപക്ഷെ കുടുംബജീവിതത്തിൽ ഉണ്ടാവാം. കുടുംബജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ വിവാഹമോചനം എന്ന് പറയുന്ന ഒരവസരം ജീവിതത്തിൽ ആവശ്യമാണ്. ഈ അവസരം ഇസ്ലാം അനുവദിച്ചു കൊടുക്കുന്നു. എന്നാൽ ഒരു സ്ത്രീയെ, ഭാര്യയെ അങ്ങനെ ത്വലാഖ് ചൊല്ലണമെങ്കിലോ ആ ത്വലാഖിനെ അള്ളാഹുവിന്റെ സിംഹാസനം കുലുങ്ങുമെന്ന് വരെ പറഞ്ഞ, അള്ളാഹു അനുവദിച്ച എന്നാൽ ഇഷ്ടപ്പെടാത്ത അനുവദനീയമായ ഒരു കാര്യമായിട്ടാണ് ത്വലാഖിനെ വിശുദ്ധ ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. ആ പുരുഷൻ തന്നെ വിവിധങ്ങളായ ഘട്ടങ്ങളുടെ പൂർത്തീകരണത്തിന് ശേഷം മാത്രമാണ് ആ ത്വലാഖ് പോലും അനുവദനീയമാകുന്നത്. അത് തന്നെ പിന്നീടും തിരിച്ചെടുക്കാൻ സൗകര്യപ്രദമായ രീതിയിലുള്ള ചില മാനദണ്ഡങ്ങളാണ് ഉണ്ടാക്കുന്നത്.
ഈ ഭൗതിക നിയമങ്ങളോ ഇവിടെ കോടതിയിൽ പോയിട്ട് ഈ വിവാഹമോചനം തീർപ്പായി. ആ വിവാഹമോചനം അവർ കോടതി മുഖേന തീർന്നു. രണ്ടാമതിന് ശേഷം അല്ല, അവർക്കിടയിൽ എന്തോ പിന്നെ ഒരു ഇണക്കവും സ്നേഹവും ഒക്കെ തിരിച്ചു വന്ന് രണ്ടാമത് തിരിച്ച് കുടുംബജീവിതത്തിലേക്ക് മാറണമെന്ന് തിരിച്ചു വന്നാലോ ഇസ്ലാം അനുവദിക്കുന്ന ഒരു നിയമങ്ങളും ഈ ഭൗതിക സമൂഹം അനുവദിച്ചു കൊടുക്കുന്നില്ല. അവ സത്യത്തിൽ അനിവാര്യമായ ഘട്ടത്തിൽ മനുഷ്യജീവിതത്തിൽ കുടുംബജീവിതത്തിൽ ആവശ്യമായി വരുന്ന സാഹചര്യങ്ങളാണ് ഇതൊക്കെ ഉള്ളത്. എന്നാൽ ഇതിന് സമാനമായ ഒരു വ്യക്തി നിയമങ്ങൾ മറ്റു സമുദായങ്ങളിലൊക്കെ എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്? എങ്ങനെയാണിത് പ്രയോഗവൽക്കരിക്കപ്പെട്ടിട്ടുള്ളത്? ഇവിടെ വിവാഹമോചനം എന്ന് പറയുന്നത് മതപരമായി അനുവദിക്കപ്പെടാത്ത സമുദായങ്ങളുണ്ടായിരുന്നു. മതപരമായി അനുവദിക്കപ്പെടാത്ത സമുദായങ്ങളിൽ വിവാഹമോചനത്തിന് അനുമതി ഉണ്ടാകുന്ന രീതിയിൽ നിയമപരിഷ്കരണം നടത്തിയ ചരിത്രം നമ്മുടെ രാജ്യത്തുണ്ട്. ബഹുഭാര്യത്വത്തെക്കുറിച്ച് വലിയ പ്രചാരണം നടക്കുമ്പോൾ മുസ്ലിങ്ങളാണ് വ്യാപകമായി പെണ്ണുകെട്ടുന്നവർ, വ്യാപകമായി ബഹുഭാര്യത്വം സ്വീകരിക്കുന്നവർ എന്നാണല്ലോ ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്നത്. എന്നാൽ വ്യക്തി നിയമപ്രകാരം ബഹുഭാര്യത്വം നിരോധിക്കപ്പെട്ട സമുദായമാണ് ഇന്ത്യയിലെ ഹൈന്ദവ സമൂഹം. ഇന്ത്യയിലെ ഹൈന്ദവ സമൂഹത്തിന് അനുവദിക്കപ്പെട്ട വ്യക്തി നിയമത്തിൽ ബഹുഭാര്യത്വം അനുവദനീയമല്ല എന്ന് മാത്രമല്ല, ഇന്ത്യയിൽ ഹൈന്ദവ സമൂഹത്തിനിടയിൽ വ്യക്തി നിയമപ്രകാരം ബഹുഭാര്യത്വം സ്വീകരിച്ചു എന്ന് കോടതിയിൽ തെളിയിക്കപ്പെട്ടാൽ ആ വരൻ 5 വർഷം കഠിന തടവ് ശിക്ഷ അനുഭവിക്കാൻ ബാധ്യസ്ഥനാണ്. ബഹുഭാര്യത്വം നിയമം മൂലം നിരോധിക്കപ്പെട്ടു. മുസ്ലിം വ്യക്തി നിയമത്തിലോ ബഹുഭാര്യത്വം അനുവദിക്കുന്നുണ്ട്, ഹിന്ദു വ്യക്തി നിയമത്തിൽ ബഹുഭാര്യത്വം അനുവദിക്കുന്നില്ല. പക്ഷേ ഇന്ത്യ രാജ്യത്തെ മുസ്ലിം സംഘടനയുടെ കണക്കല്ല, പേഴ്സണൽ ലോ ബോർഡ് പ്രസിദ്ധീകരിച്ച കണക്കല്ല, 2011 ഏറ്റവും പുതിയ സെൻസസ് അനുസരിച്ചുകൊണ്ട് ബഹുഭാര്യത്വം വ്യക്തി നിയമത്തിലൂടെ അനുവദിച്ച മുസ്ലിം സമുദായത്തെക്കാൾ കൂടുതൽ വ്യക്തി നിയമത്തിലൂടെ ബഹുഭാര്യത്വം നിരോധിച്ച ഹൈന്ദവ സമൂഹത്തിലാണ് ബഹുഭാര്യത്വം ഏറ്റവും കൂടുതലുള്ളത് എന്നതാണ് രാജ്യത്തിന്റെ ഔദ്യോഗിക കണക്ക്. ഞാനൊരു സമുദായത്തെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടല്ല, ഇത് ഇസ്ലാമിക ശരീഅത്ത് മതപരമായി അനുവദിക്കപ്പെടുന്ന നിയമങ്ങൾ അതനുസരിച്ച് പാലിക്കാൻ വേണ്ടിയിട്ട് ഈ രാജ്യത്തെ ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ അതിനുശേഷം ഭരണഘടനാ നിർമ്മാണ സഭയിലും തുടർന്നുള്ള നമ്മുടെ ജനാധിപത്യ മതേതര ഗവൺമെന്റൊക്കെ അംഗീകരിച്ചിട്ടുള്ള ഈ വ്യക്തി നിയമം ഇവിടെ നിലനിന്നു എന്ന കാരണത്താൽ ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾക്കോ അമുസ്ലിങ്ങൾക്കോ രാജ്യത്തെ ക്രമസമാധാന വിഷയങ്ങൾക്കൊന്നും എതിരല്ലാത്ത ഒരു സാഹചര്യമായതുകൊണ്ട് മുസ്ലിം വ്യക്തി നിയമം എടുത്തുകളഞ്ഞ് മുത്തലാഖ് പോലെയുള്ള സംവിധാനങ്ങൾ നിരോധിച്ച് ഈ രാജ്യത്തെ മുസ്ലിം സ്ത്രീകൾ വലിയ അരക്ഷിതാവസ്ഥയിലാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് രാജ്യത്ത് അടുത്തു വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയമായ ദുരുദ്ദേശത്തോടുകൂടി രാജ്യത്ത് ഭിന്നിപ്പിന്റെയും വർഗീയതയുടെയും രാഷ്ട്രീയം കളിക്കാനാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ രാഷ്ട്രീയമായ ദുഷ്ടലാക്ക് തിരിച്ചറിഞ്ഞുകൊണ്ട് രാജ്യത്തിന്റെ ബഹുസ്വരത നിലനിൽക്കാൻ, രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും നിലനിൽക്കാൻ, അതോടൊപ്പം നമ്മുടെ വിശ്വാസവും നമ്മുടെ സംസ്കാരവും ഒക്കെ കാത്തുസൂക്ഷിക്കാൻ ആവശ്യമായ ശ്രമങ്ങളിലേക്കാണ് ഈ ശരീഅത്ത് സംരക്ഷണ ക്യാമ്പയിനുകളുമായി സമസ്ത കേരള ജംഇയ്യത്തുൽ രംഗത്ത് വന്നിട്ടുള്ളത്. ആ അർത്ഥത്തിൽ ഇതിനെ ഉൾക്കൊള്ളാനും പ്രചരിപ്പിക്കാനും മനസ്സിലാക്കുവാനും ഇവിടെ ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട പ്രചാരണങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം അതിന്റെ മറവിൽ ഇസ്ലാമിലെ വിവാഹം, വിവാഹമോചനം, ബഹുഭാര്യത്വം, അനന്തരാവകാശ സ്വത്ത് വീതം വെക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ മോശമായും മ്ലേച്ഛമായും ഈ സമൂഹത്തിനിടയിൽ പ്രചരിപ്പിക്കാനുള്ള ദുരുദ്ദേശപരമായ ചില നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതൊരു ഇസ്ലാമിക പ്രബോധനത്തിനുള്ള, ഇസ്ലാമിക കുടുംബ സംവിധാനത്തെ മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, ഇസ്ലാം അനുവദിച്ചിട്ടുള്ള വിവാഹമോചന, ബഹുഭാര്യത്വ, അതേപോലെ സ്വത്തവകാശം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഏറ്റവും മികച്ച ഇസ്ലാമിക രീതികൾ സമൂഹത്തിന് മുമ്പിൽ പ്രബോധനം ചെയ്യാനുള്ള ഒരവസരമാക്കി ഇതിനെ മാറ്റാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, മഹല്ല് മദ്രസ ഭാരവാഹികൾ, സംഘടനാ പ്രവർത്തകർ കൂടി മുന്നിട്ടിറങ്ങണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സുന്നി വചന സംഘം ഫറോക്ക് മുനിസിപ്പൽ കമ്മിറ്റി ഇങ്ങനെയൊരു വിശദീകരണ സമ്മേളനം നടത്തിയതിനെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ വിനീതനെ കൂടി ഉൾപ്പെടുത്തണമെന്ന് വസീയത്ത് ചെയ്യുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.